കാസർഗോഡ് പൊയിനാച്ചിയിൽ വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടം കാഴ്ചക്കാരുടെ മനം കവരുകയാണ്. യുവ കർഷകയായ ശ്രീവിദ്യ മേലത്താണ് കാസർഗോഡ് അത്ര പരിചിതമല്ലാത്ത സൂര്യകാന്തി കൃഷിയിൽ വിജയഗാഥ എഴുതിയത്. അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള കാഴ്ചയല്ല. കാസർഗോഡ് പൊയിനാച്ചിയിൽ ദേശീയപാതയോരത്ത് കമ്മട്ടത്തറവാടിന് മുന്നിലാണ് മനോഹരമായ ഈ കാഴ്ച. വിരിഞ്ഞ് കാറ്റിലാടി നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ. യുവകർഷകയായ ശ്രീവിദ്യ മേലത്ത് വെള്ളരിയും തണ്ണിമത്തനും വിളവെടുത്ത ശേഷം പാടശേഖരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സൂര്യകാന്തി കൃഷി ചെയ്യുകയായിരുന്നു. 2 മാസം മുമ്പാണ് 5000-ഓളം ചെടികൾ നട്ടത്. വർണ്ണഭംഗി വിടർത്തി നിൽക്കുന്ന സൂര്യകാന്തിപ്പാടം കാണാനും ഫോട്ടോയെടുക്കാനും നിരവധി പേരാണ് എത്തുന്നത്. അഗ്രി ടൂറിസം അടിസ്ഥാനമാക്കി സൂര്യകാന്തി കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ശ്രീവിദ്യ മേലത്ത്. ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ഈ ഒരു സൂര്യകാന്തി കൃഷി ആരംഭിച്ചത്. അപ്പം ഇവിടെ പൊയിനാച്ചി വയലിലാണ് ഈ കൃഷി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ തണ്ണിമത്തനും അതുപോലെ ബാക്കി പച്ചക്കറിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പം അതിന് ശേഷമാണ് നമുക്ക് ഇപ്പോൾ സൂര്യകാന്തി വിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിഷുവിൻ്റെ ആ ഒരു സീസൺ നോക്കിയിട്ടാണ് ഞാൻ സൂര്യകാന്തി ചെയ്തത്. അപ്പം ഇവിടെ വയലിലാണ് ഇപ്പോൾ സൂര്യകാന്തി ഉള്ളത്. ഇപ്പോൾ 2 വർഷം മുന്നേ ഞാൻ ഇവിടെ റോഡ് സൈഡ് തന്നെ, അത് ചെങ്കൽപ്പാറയിലായിരുന്നു, അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് സൂര്യകാന്തി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. അപ്പം അതിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് ഇവിടെ ഇപ്രാവശ്യം വലിയ രീതിയിൽ ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത്. സൂര്യകാന്തി പാടത്തിൽ തേനീച്ചകൾ കൂട്ടമായി എത്താൻ തുടങ്ങിയതോടെ തേനീച്ച കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ചെമ്മനാട് ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തുകളിലായി 6 ഏക്കർ സ്ഥലത്ത് ശ്രീവിദ്യയുടെ പൂങ്കാവനം അഗ്രി ഫാം പച്ചക്കറിയും തണ്ണിമത്തൻ കൃഷിയും ഉൾപ്പെടെ നടത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ യുവ കർഷക അവാർഡ് ജേതാവാണ് ശ്രീവിദ്യ മേലത്ത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.